IPL-ൽ പിച്ചിൽ പന്തും ബാറ്റും കൊണ്ട് തീ പാറിക്കുന്ന പോരാട്ടം തുടങ്ങും മുമ്പേ ബിസിനസ് ലോകത്ത് അംഗം കുറിച്ചു കഴിഞ്ഞു. IPL-ലെ ക്രൗഡ് പുള്ളേഴ്സായ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും രാജസ്ഥാൻ റോയൽസും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. വെറുമൊരു കച്ചവടമല്ല ഇത്. 17,000 കോടി രൂപയുടെ സിംഹാസനത്തിന് വേണ്ടിയുള്ള ശതകോടീശ്വരന്മാരുടെ പോരാട്ടമാണ്. 18 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് 2025-ൽ പഞ്ചാബ് കിങ്സിനെ തകർത്ത് വിരാട് കോഹ്ലിയും സംഘവും കിരീടം ചൂടിയതോടെ RCBയുടെ ഗ്രാഫ് ആകാശത്തോളമാണ് ഉയർന്നത്. പുരുഷ ടീം IPL കിരീടവും സ്മൃതി മന്ദാനയുടെ നേതൃത്വത്തിലുള്ള വനിതാ ടീം WPL കിരീടവും ഒരേ സമയം സ്വന്തമാക്കിയതോടെ ഡബിൾ ചാമ്പ്യൻ പട്ടം എന്ന അപൂർവ നേട്ടത്തിലാണ് ഈ ഫ്രാഞ്ചൈസി എത്തി നിൽക്കുന്നത്. ടീം വിജയത്തിന്റെ കൊടുമുടിയിൽ എത്തി നിൽക്കുമ്പോൾ തന്നെ അത് സ്വന്തമാക്കാൻ ആഗോള ഭീമന്മാർ ക്യൂ നിൽക്കുകയാണ്. സാക്ഷാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സഹ ഉടമ അംബ്രം ഗ്ലേസർ മുതൽ ഇന്ത്യൻ IT ഫിനാൻസ് ഭീമന്മാരായ നിഖിൽ കാമത്തും രഞ്ജൻ പയ്യും വരെ ഈ പോരാട്ടത്തിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്നുണ്ട്. RCBക്ക് ഇപ്പോൾ 17,000 കോടി രൂപയുടെ മൂല്യം വരാൻ പ്രധാന കാരണവും ഈ ചാമ്പ്യൻ സ്റ്റാറ്റസ് തന്നെയാണ്. തോൽവികളിലും കൂടെ നിന്ന ആരാധകർക്ക് കിരീടം സമ്മാനിച്ച ആവേശം കെട്ടടങ്ങും മുൻപേ പുതിയ ഉടമസ്ഥരെത്തുമ്പോൾ അത് ടീമിന് കൂടുതൽ കരുത്താകുമെന്നാണ് വിലയിരുത്തൽ. മദ്യവ്യവസായത്തിനുള്ള നിയന്ത്രണങ്ങൾ കാരണം ഡിയാജിയോ കളം വിടുമ്പോൾ പുതിയ ഉടമകൾ RCBയെ ഒരു ആഗോള സ്പോർട്സ് ബ്രാൻഡാക്കി മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. ഹോം ഗ്രൗണ്ടിലെ മാറ്റങ്ങളും നിയമപരമായ നൂലാമാലകളും മുന്നിലുണ്ടെങ്കിലും ചാമ്പ്യന്മാർ എന്ന ലേബൽ RCBയുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നുണ്ട്. BCIയുടെ ഗ്രീൻ സിഗ്നലിനായി കാത്തിരിക്കുന്ന ഈ ഡീൽ പൂർത്തിയാകുന്നതോടെ IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക വിപ്ലവത്തിനാകും ഇന്ത്യ സാക്ഷ്യം വഹിക്കുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ കളി തുടങ്ങും മുൻപേ RCB കളം പിടിച്ചു കഴിഞ്ഞു.